പ്രമോദിനെ അറിഞ്ഞില്ല, മനസ്സിലായില്ല. രമേശൻ മാഷ് അതേപോലെ ഭാരം തലയിരിക്കണ മാതിരി കണ്ടപ്പോഴല്ലോ. ഭയങ്കര ടീച്ചറില്ല, സറിയ ടീച്ചറില്ല, നൂർജഹാനുണ്ട് താഴെ താഴെ ഇരിപ്പുണ്ട്. ജോസ് മാത്യു അല്ല പ്രസാദ് മാഷിനെന്തോ നമ്മുടെ സ്കൂളിലല്ലേ അഭിലാഷ് ടീച്ചറിന്റെ ഹസ്ബൻഡ് വർക്ക് ചെയ്തു. അല്ല ഈ ഇത്രയും പൈസ മറ്റേ ഡിഗ്രിക്കാർക്കൊക്കെ വാങ്ങിക്കുന്നത് നല്ല ഫോൺ ആയിക്കോട്ടെ. ഇല്ല വേണേ നമ്മള് ഇത് തരട്ടോ, പിന്നെ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് തരാം. ടീച്ചറിനെയും കൂടെ പിടിച്ചു കയറ്റി ശാന്തമ്മ ടീച്ചറെ ശേഷം റിട്ടയർ ചെയ്ത ആളുകളെ ഇങ്ങനെ ഒത്തുചേരുക എന്ന് പറയുന്നത് തീരെ സംഭവിക്കാത്ത കാര്യമാണ്. മാഷ് നേരത്തെ സൂചിപ്പിച്ച പോലെ 10ാം ക്ലാസ്സുകാർ ചിലപ്പോൾ ചേർന്നേക്കാം, 12ാം ക്ലാസ്സുകാർ ചേർന്നേക്കാം, ഒരു സ്കൂളിൽ അപ്പം വർക്ക് ചെയ്തിരിക്കുന്ന ആളുകൾ, ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ വേണമെങ്കിൽ കൂടിയിട്ട്. പക്ഷെ ഒരു 25 വർഷത്തിന് ശേഷം ഇങ്ങനെ ഒരു അധ്യാപക കൂട്ടായ്മ അന്വേഷിച്ച് ഒരാളെ രണ്ടാളെയൊക്കെ കിട്ടിക്കഴിയുമ്പോൾ പിന്നെ വളരെ പെട്ടെന്നായിരുന്നു ആ യാത്ര, വളരെ വേഗം കിട്ടി. ഏറ്റവും അവസാന ഗ്രൂപ്പിലേക്ക് വന്നത് രാജവ ടീച്ചറാണ്. രാജവ ടീച്ചറാണ് ഏറ്റവും അവസാന ഗ്രൂപ്പിൽ എത്തിച്ചേർന്ന ആൾ. ആദ്യം മുതലേ അന്വേഷിക്കുന്നത് രാജവ ടീച്ചറായിരുന്നു. പക്ഷെ ഒരു വഴിക്ക് രാജവ ടീച്ചറെ കിട്ടാനുള്ള മാർഗം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഈ യാത്രയിൽ ഒത്തുചേരാൻ രാജവ ടീച്ചറിന്റെ വാസ്തവത്തിൽ ഒരു ഭാഗ്യമാണ് ഉണ്ടായിട്ടുള്ളത്. അവസാനം കിട്ടി. ഒരാഴ്ച കടന്നു പോയിരുന്നെങ്കിൽ ടീച്ചർ ഈ സംഭവം അറിയാൻ ചെയ്യില്ല. അതായത് അങ്ങനെ അത് നമ്മുടെയും ഒരു ഭാഗ്യമാണ്. പല മുഖങ്ങളെയും വീണ്ടും കാണാനും അവരുടെയൊക്കെ എക്സ്പ്രഷനൊക്കെ അതേപോലെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. ഒരു 10-24 കൊല്ലം കാണാതിരുന്നു എന്ന ഒരു തോന്നല് ഇല്ല. കണ്ടപ്പോ വളരെ പെട്ടെന്ന് ചന്ദ്രമാഷ കുറെ പേരെങ്കിലും ഓർക്കുന്നുണ്ടാവും. ചന്ദ്രമാഷിന് ദീർഘകാലമായിട്ട് അസുഖം ഒക്കെ വന്നിട്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ പറയാനുള്ള ഒരു സംഭവമാണ്. പക്ഷെ മാഷ നമ്മുടെ ഗ്രൂപ്പിൽ വന്നിട്ട് നിങ്ങളുടെയൊക്കെ ശബ്ദം കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷമൊക്കെ പറഞ്ഞിരുന്നു. വളരെ ടച്ചിങ് ആയിരുന്നു. പിന്നെ എന്തെങ്കിലും നീണ്ടുപോയതുണ്ടോ? ഗ്രൂപ്പ് കുറച്ചുകൂടി ഇനി അതിനൊന്നും പറയാം. ഗ്രൂപ്പ് കുറച്ചുകൂടി സജീവമാണോ? അതിന് അത്ര വലിയ നിലവാരത്തിലൊന്നും ആരും ചിന്തിക്കുന്നുണ്ടല്ല. നമുക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ ചെയ്യാം. കഴിയുന്നതും ഫോർവേഡ് മെസ്സേജുകളൊന്നും ഇടാതിരിക്കുക. നമ്മുടെ കുട്ടികളുടെ ഒരു ഫോട്ടോയോ വീട്ടിലിറങ്ങിയ ഒരു മൂവിന്റെ ഫോട്ടോയോ എടുത്തിട്ടാലേ ദ്രുതകാകളില്ല, ദ്രുതല്ല. അടിപൊളി ചെയ്യുകിൽ അഖില പ്രകാണ്ഡ പ്രകാശമേ ഞങ്ങൾ കരുളേണം പുനീശ്വര, ഞങ്ങൾ കരുളേണം പുനീശ്വര, ഞങ്ങൾ കരുളേണം പുനീശ്വര. എല്ലാം പുറത്തുവന്നിരിക്കുന്നു.
ഗംഭീരാണ്. ഇത് വേറെ വൃത്തത്തിലാണ് ചെല്ല്, കോട്ടുചട്ടിയിലായതുകൊണ്ട് ചെട്ടി വൃത്താണ്. എന്റെ പഞ്ചായത്തിനകത്തുള്ള ഒരു സ്കൂള് ഞാൻ തിരഞ്ഞെടുക്കുകയായിരുന്നു. അങ്ങനെയാണ് മോരാൻപുത്തൂര് സ്കൂളിൽ വരാൻ കാരണം. രണ്ട് ചിന്തകളുണ്ടായിരുന്നു. ഒന്ന്, ഞാൻ പഠിച്ച അടുക്കത്തോയിൽ സ്കൂളിൽ പോകണോ, അല്ല എന്റെ പഞ്ചായത്തിലെ സ്കൂളിൽ പോകണോ എന്നുള്ള ഒരു ചിന്ത. പക്ഷേ നിങ്ങളെയൊക്കെ പരിചയപ്പെടാനുള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ടും അങ്ങോട്ട് വന്നു എന്നുള്ള തിരഞ്ഞെടുക്കുകയായിരുന്നു. അങ്ങനെയാണ് മോരാൻപുത്തൂര് സ്കൂളിൽ വരാൻ കാരണം. രണ്ട് ചിന്തകളുണ്ടായിരുന്നു. ഒന്ന്, ഞാൻ പഠിച്ച അടുക്കത്തോയിൽ സ്കൂളിൽ പോകണോ, അല്ല എന്റെ പഞ്ചായത്തിലെ സ്കൂളിൽ പോകണോ എന്നുള്ള ഒരു ചിന്ത. പക്ഷേ നിങ്ങളെയൊക്കെ പരിചയപ്പെടാനുള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ടും അങ്ങോട്ട് വന്നു എന്നുള്ള ജോലി ചെയ്ത് ഞാനായിരിക്കുമല്ലേ 24 വർഷം 14 വർഷത്തിലധികം അവിടുന്ന് ഞാൻ എവിടെയും പോയിട്ടില്ല. അവിടെ തന്നെ സുന്ദരനായ അല്ലെ രാജേന്ദ്ര മാഷി ഇപ്പോൾ ജീവിച്ചിരിക്കില്ല എന്നാണ് ഞാൻ ഒരാളോട് ചോദിച്ചപ്പോൾ മനസ്സിലായത്. ചാവശ്ശേരി സ്കൂളിൽ ഇരിട്ടി ചാവശ്ശേരി സ്കൂളിൽ HM ആയിരുന്നു. അവിടെ നിന്ന് റിട്ടയർ ചെയ്തിട്ട് ബ്രണ്ണൻ കോളേജിൻ്റെ അടുത്ത് വീട് വെച്ചിട്ട് അവസ്ഥയായിരുന്നു. ഞാൻ കുറേ കാലമായി മാഷിനെ കാണണമെന്ന് വിചാരിച്ചു. ഞാൻ ആദ്യം 93-ലാണ് മകരാപുത്തൂർ ജോയിൻ ചെയ്തതെങ്കിലും 87 മുതൽ കാസർഗോഡ് പ്രൈവറ്റ് സ്കൂളുണ്ടായിരുന്നു. 93-ലാണ്. കൂടുതൽ സർവീസ് ഇതാണെന്ന് പറയേണ്ട കാര്യമില്ല, ഇത്രയും പേർക്ക് പറയേണ്ടതാണല്ലേ. എന്താ പറയണ്ട, മകരാപുത്തൂർ കുറെ കാലം ഉണ്ടായിരുന്നു. അവിടുന്ന് നേരെ ട്രാൻസ്ഫർ ആയി ജില്ലാ യൂത്ത് സ്കൂളിൽ നമ്മുടെ മകരാപുത്തൂർ വെച്ച് നടന്ന സമയത്ത് ഞാൻ KSTയുടെ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് അവിടെ വന്നപ്പോൾ ഇങ്ങനെ വലിയ ബോർഡൊക്കെ എഴുതി മകരാപുത്തൂർ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നൊക്കെയുള്ള ബോർഡൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങോട്ട് ട്രാൻസ്ഫർ കൊടുക്കാം എന്ന് കരുതിയിട്ടാണ് അങ്ങോട്ട് ട്രാൻസ്ഫർ കൊടുത്തത്. അപ്പോൾ അവിടെ വന്നപ്പോഴത്തേക്ക് ഒരുപാട് ജെൻസ് സ്റ്റാഫൊക്കെയുള്ള വളരെ അടിച്ചു പൊളിച്ച് ജീവിക്കാൻ പറ്റുന്ന ഒരു അല്ല അവിടെ തന്നെ ഇവിടെ ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല. പഠിക്കണേ കുറച്ച് ഇങ്ങോട്ടേക്ക് മാറ്റി രാജം പഠിച്ചത് മറ്റേ ഇങ്ങോട്ടേക്ക് വലി ആയില്ല ഈ പൊന്നാട അണിയിച്ചുകൊണ്ട് നമ്മുടെ സ്നേഹം അദ്ദേഹത്തിനോട് പങ്കുവയ്ക്കുകയാണ്. ഒപ്പം അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കായിട്ട് നമുക്ക് കാതോർക്കാം. അതെന്താ ഇതാക്കാത്ത ഇങ്ങോട്ടൂടെ എടുക്കണം, അങ്ങേറ്റം തൊട്ട് അങ്ങേറ്റം വരെ. ചടങ്ങാണ് നടക്കാൻ വന്നത്. അണിയിക്കാൻ വേണ്ടി യൂസഫ് മാഷിനെയും ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് മാഷിന് കൊടുക്കാൻ വേണ്ടി. എല്ലാവരും കൂടി ചേർന്ന് കൊടുക്കാം. വളരെ മംഗളകരമായ ഒരു ചടങ്ങ് സാക്ഷ്യമായി വിളിച്ച് കാര്യങ്ങളൊക്കെ പറയും, ആശംസകൾ അറിയിക്കും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇത്രയൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. വേറെ പിന്നെ മൊഗ്രാലത്തെ ജീവിതത്തെക്കുറിച്ച് മൊഗ്രാൽ പുത്തൂരത്തെ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മൊഗ്രാൽ പുത്തൂര ജീവിതത്തിൽ ഒരു കൈപ്പേറിയ അനുഭവം ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ അടുത്തൊന്നും നടക്കില്ല. കാരണം ഞാൻ ഈ മൊഗ്രാലിൽ പോയിട്ട് സകല അടിയും കടിയും പഠിച്ചു. ഞാൻ വളരെ സൈലൻ്റായ ഒരു മനുഷ്യനായിരുന്നു. മൊഗ്രാലിൽ ജോലി ചെയ്യാൻ പോകുമ്പോൾ എൻ്റെ നാട്ടുകാരനായ ആൾ വന്നിട്ട് മുഷ്കൊണ്ടാണ് കേൾക്കണായിരുന്നു. അല്ല, ഒരു വിജയൻ എന്ന് പറഞ്ഞൊരു കോൺഗ്രസ്സുകാരുണ്ടായിരുന്നു. ഞാൻ ജനിച്ചപ്പോൾ തന്നെ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. അങ്ങനെ തന്നെ പറഞ്ഞു. എൻ്റെ കുടുംബവും. അപ്പൊ ഞങ്ങൾക്ക് അതിൽ മാറി ചിന്തിക്കാൻ പറ്റില്ല. എന്ത് വന്നാലും മാറി ചിന്തിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മളുടെ എല്ലാവർക്കും ആനുകൂല്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അധ്യാപക സംഘടന പണിമുടക്കിയത്. ആ പണിമുടക്കിലേക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പങ്കെടുത്തവളാണ്. അപ്പൊ നമ്മുടെ
ആ താമസിക്കുന്ന ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന ഒരാളുണ്ടായിരുന്നു, ടെക്നിക്കൽ സ്കൂളിൽ ജോലി ചെയ്യുമ്പോൾ. അയാളുടെ പേര് എനിക്കറിഞ്ഞൂടാ. അയാളെ മറ്റേ ഓലൻ കറി വെക്കും. ആ ഓലനുണ്ടാക്കാൻ അതിസമർത്ഥൻ. ഞങ്ങളുടെ കൂടെ കുറേ നാൾ താമസിച്ചതാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓർമ്മയുണ്ടോന്ന് അറിയില്ല. ആ സമയത്ത് ഒരു ഭാസ്കര മാഷ്, പട്ടേനയിൽ ഒരു ശ്രീനിവാസ മാഷ്, ശ്രീനിവാസ, അങ്ങനെ കുറെ പേരുണ്ട്. അവർക്ക് മാറി അവർക്ക് അവരെ വഴിക്ക് നമ്പർക്ക് എൻ്റെ കയ്യിലുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ ഒരുപാട് സ്കൂളിൽ ജോലി ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു കൂട്ടായ്മ ആലങ്കാരികമായിട്ട് പറയുന്നതല്ല. 92 PSC കയറിയപ്പോൾ 3-4 സ്കൂള് മാറി മാറി ജോലി ചെയ്തപ്പോൾ എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്കൂൾ മുതൽക്കുത്തൂരാണ്. ആ സമയത്ത് മേരിയോടൊപ്പം കുഞ്ഞാടും അടിവച്ചകമേറി അവിടെ ചെന്നാൽ പൊടിപൂര. ആ മേരിയെ കുഞ്ഞാടെ കുഞ്ഞാടെ മേരിയെ, ആ മേരിയെ കുഞ്ഞാടെ കുഞ്ഞാടെ മേരിയെ. പെരിയന്മാരാം ചില പിള്ളേ വെറിയിലക്കി പാവത്തെ പള്ളിക്കൂട പടിവാതിൽ തള്ളിയടച്ചവർ തഴുതിട്ടു. ആ മേരിയെ കുഞ്ഞാടെ കുഞ്ഞാടെ മേരിയെ, മേരിയെ കുഞ്ഞാടെ കുഞ്ഞാടെ മേരിയെ. ആ വെറിയന്മാരാം ചില പിള്ളേ വെളിയിലിറക്കി പാവത്തെ പള്ളിക്കൂട പടിവാതിൽ തള്ളിയടച്ചവർ തഴുതിട്ടു. ആ മേരിയെ കുഞ്ഞാടെ കുഞ്ഞാടെ മേരിയെ. സ്വാമിയെ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയെ, അയ്യപ്പോ അയ്യപ്പോ സ്വാമിയെ. മെയ് വരെ എൻ്റെ വീടിന് തൊട്ടടുത്തുള്ള സ്കൂളിൽ, നടന്നു പോകാവുന്ന ദൂരമുള്ള സ്കൂളിൽ ഞാൻ വർക്ക് ചെയ്തു. അവിടെ പല പല HMs കുറേ പേര് HMs ആയിട്ട് വന്നിട്ടുണ്ട്. എങ്കിൽ തന്നെ എൻ്റെ കുടുംബ വീടിന് ആദ്യമായിട്ടാണ് ഈ മല ജില്ലക്കാർ ആദ്യമായിട്ട് ട്രെയിനെ കയറുന്നതും ബുർക്കക്കാരെ കാണുന്നതും കാസർഗോഡ് ജില്ലയിലെ PSC എഴുതാൻ വന്നപ്പോഴാണ്. എന്നിട്ട് 95 മാർച്ച് 6 അങ്കണമൂർ എന്ന സ്ഥലത്താണ് ജോയിൻ ചെയ്തത്. അവിടെ ചെന്ന് മാർച്ച് 6 ജോയിൻ ചെയ്ത് മാർച്ച് 7 ട്രാൻസ്ഫർ കൊടുക്കേണ്ട സമയം. ഡ്യൂറേഷൻ ഓഫ് പീരീഡ് 1 day, ഒരു ദിവസം. കാര്യത്തിനും ഓരോരോ അനുഭവം നമുക്ക് എല്ലാവർക്കും അവിടുന്നുണ്ട്. അതായത് ഈ പറഞ്ഞ പോലെ നമ്മൾ സർവീസ് കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമായിരുന്നു പുത്തൂർ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഞാൻ മറ്റ് ഒരു 4 വർഷത്തെ സർവീസ് മംഗൽപ്പാടി ഉണ്ടായിരുന്നു മാത്രമേ ഉള്ളൂ. ബാക്കി 98 മുതൽ 2018 ഇത്രയും വലിയൊരു കൂട്ടായ്മ. കാരണം പല കൂട്ടായ്മകളിലും ഇത്രയും പേര് എത്താറില്ല, നമ്മൾ പലയിടത്തും പങ്കെടുക്കുന്നു. പിന്നെ നമ്മുടെയൊക്കെ എയിം പരമേശ്വരൻ മാഷായിരുന്നു. അപ്പം മാഷിനെ കാണുക, അവർ എല്ലാവരുടെയും ഉള്ളിൽ അതുണ്ടായിരുന്നു. പിന്നെ ടീച്ചേഴ്സ് എല്ലാം ഇവിടെ ഒത്തുകൂടി വീണ്ടും ഇതേപോലെ ഓരോ ജില്ലകളിലേക്ക് മാറി ഒത്തുചേരുകയും നമുക്ക് അവിടെ ഒത്തുചേരുമ്പോൾ നമുക്ക് സുഖമില്ലാതെ എപ്പോഴും ഗ്രൂപ്പിൽ ലൈവായിട്ടുള്ള ചന്ദ്രൻ മാഷുണ്ട്. മാഷ് എപ്പോഴും നമ്മുടെ സന്ദേശങ്ങൾ നോക്കിയിരിക്കുകയാണ്. അടുത്ത പ്രോഗ്രാം വടക്കൻ ജില്ലകളിൽ എവിടെയാണെന്ന് വെച്ചാൽ അതിനൊരു തീരുമാനം ഇവിടെ വെച്ച് ഉണ്ടാകണം. അതിന്